നിത്യനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള 23-ാമത്തെ ക്ലാസ്സാണ് തുടർന്ന് നടക്കുവാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നുമാണ്. പ്രാരംഭമായിട്ട് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. ആകാശത്തു നിന്ന് ഭൂമിയിൽ വീട് കിടക്കുന്നതായിട്ട് അപ്പോസ്തലനായ യോഹന്നാൻ കാണുവാനിടയായ നക്ഷത്രം ഒരു ദൂതനാണെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ദൂതനായതുകൊണ്ടാണ് നക്ഷത്രത്തിന് അവനെന്ന് പറഞ്ഞിരിക്കുന്നത്. താക്കോൽ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവീൻ. അതെ, അവനെ ഭയപ്പെടുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. താക്കോൽ അധികാരത്തെ സൂചിപ്പിക്കുന്നു. കൂപത്തിൽ നിന്നുമുള്ള പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. സൂര്യനും ആകാശവും എന്ന് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഭൗതികമായ സൂര്യനും ആകാശവുമല്ല. യഹൂദന്മാർക്കുണ്ടായിരുന്ന മതപരമായ ആധിപത്യത്തിലെ സൂര്യനും ആകാശവുമാണ്. അവരുടെ മഹാപുരോഹിതൻ സൂര്യനും ആധിപത്യത്തിലെ മറ്റ് നേതാക്കൾ ആകാശവുമാണ്. അവരിലൂടെയാണ് ന്യായപ്രമാണത്തിൽ നിന്നുമുള്ള വെളിച്ചം സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിച്ചിരുന്നത്. കൂപത്തിൽ നിന്നുമുള്ള പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി എന്നാണ് കാണുന്നത്. സൂര്യനും ആകാശവും ഇരുണ്ടുപോയതിൻ്റെ അനന്തരഫലമായിട്ട് ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ജനങ്ങൾ ഇരുളിലായിത്തീർന്നു. ആത്മീയമായ വെളിച്ചം മനുഷ്യനെ മാനസാന്തരത്തിലേക്കും ഇരുൾ പാപത്തിലേക്കും നയിക്കും. അതുകൊണ്ടാണ് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുക എന്ന് കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരായ ജനത്തോട് പറഞ്ഞത്. ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന ജനങ്ങൾ ദൈവത്തെ അനുസരിക്കാതെ പോയാൽ വെളിച്ചമില്ലാതാകുമെന്നും ന്യായവിധിയിലേക്ക് നടത്തപ്പെടുമെന്നും പ്രവാചകന്മാരിലൂടെ അരുളിച്ചെയ്തതായിട്ട് തിരുവെഴുത്തുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം വായിക്കുക. 7 മക്കളെ പ്രസവിച്ചവൾ ക്ഷീണിച്ച് പ്രാണനെ വിട്ടിരിക്കുന്നു. അവളുടെ സൂര്യൻ പകൽ തീരും മുമ്പേ അസ്തമിച്ചുപോയി. അവൾ ലജ്ജിച്ചും നാണിച്ചും പോയിരിക്കുന്നു. അവരിൽ ശേഷിപ്പുള്ളവരെ ഞാൻ അവരുടെ ശത്രുക്കൾക്ക് മുമ്പിൽ വാളിനേൽപ്പിച്ചു കൊടുക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ആമോസിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കാം. അന്നാളിൽ ഞാൻ ഉച്ചയ്ക്ക് സൂര്യനെ അസ്തമിപ്പിക്കുകയും പട്ടാപ്പകൽ ഭൂമിയെ ഇരുട്ടാക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റും. ഞാൻ ഏതു അരയിലും രട്ടും ഏതു തലയിലും കഷണ്ടിയും വരുത്തും. ഞാൻ അതിനെ ഒരു ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെയും അതിൻ്റെ അവസാനത്തെ കയ്പുള്ള ദിവസം പോലെയും ആക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുമുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നുവെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്ന് അവർ
സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടുകയില്ല താനും. വെളിപ്പാട് 9:3-4 വചനങ്ങൾ വായിക്കാം. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്ന് അതിന് കൽപ്പനയുണ്ടായി. വെട്ടുക്കിളികൾക്ക് നൽകിയ കൽപ്പന എന്തായിരുന്നു എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടത് ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുതെന്ന് അതിന് കൽപ്പനയുണ്ടായി. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയുള്ളവരും മുദ്രയില്ലാത്തവരുമായ മനുഷ്യർ യഹൂദന്മാരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുണ്ടായിരുന്ന അവിശ്വാസികളായ യഹൂദന്മാരുടെ ന്യായവിധിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് നാം എപ്പോഴും ഓർത്തിരിക്കണം. പുകയിൽ നിന്നും ഭൂമിയിലേക്ക് പുറപ്പെട്ട വെട്ടുക്കിളികൾക്ക് ഭൂമിയിലെ തേളുകൾക്കുള്ള ശക്തി ലഭിച്ചുവെന്നാണ് വെളിപ്പാട് 9:3 കാണുന്നത്. വെട്ടുക്കിളികളെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലാണ്. മിസ്രൈമിലേക്ക് അയച്ച വെട്ടുക്കിളികൾ അവിടെ എന്ത് ചെയ്തു എന്നുള്ളത് നാം പ്രത്യേകമൊന്ന് അറിഞ്ഞിരിക്കണം. അതിനായിട്ട് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ നിന്നും ചില വചനങ്ങൾ വായിക്കാം. 4-5 വചനങ്ങൾ. എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ നാളെ നിന്റെ രാജ്യത്ത് വെട്ടുക്കിളികളെ വരുത്തും. നിലം കാൺമാൻ വഹിയാതെ വണ്ണം അവ ഭൂതലത്തെ മൂടുകയും കൽമഴയിൽ നശിക്കാതെ ശേഷിച്ചിരിക്കുന്നതും പറമ്പിൽ തളിർത്തു വളരുന്ന സകല വൃക്ഷവും തിന്നുകളയുകയും ചെയ്യും. 12-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ മോശയോട്, നിലത്തിലെ സകല സസ്യാദികളും കൽമഴയിൽ ശേഷിച്ചിരിക്കുന്നത് ഒക്കെയും തിന്നുകളയേണ്ടതിന് വെട്ടുക്കിളി മിസ്രൈം ദേശത്ത് വരുവാൻ നിന്റെ കൈ ദേശത്തിന്മേൽ നീട്ടുക എന്ന് പറഞ്ഞു. 15-ാമത്തെ വാക്യം. അത് ഭൂതലത്തെ ഒക്കെയും മൂടി ദേശം അതിനാൽ ഇരുണ്ടുപോയി. കൽമഴയിൽ ശേഷിച്ചതായ നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നുകളഞ്ഞു. മിസ്രൈം ദേശത്ത് എങ്ങും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യങ്ങളിലാകട്ടെ പച്ചയായതൊന്നും ശേഷിച്ചില്ല. ഈ വേദഭാഗങ്ങളിൽ നിന്നും വെട്ടുക്കിളികളുടെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഇസ്രായേൽ ദേശത്തേക്ക് അയച്ച വെട്ടുക്കിളികൾക്ക് നൽകിയ കൽപ്പന എന്തായിരുന്നു എന്നുള്ളത് നാം പ്രത്യേകം ഓർത്തിരിക്കണം. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ യാതൊന്നിനും കേടുവരുത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയിടുവാൻ തുടങ്ങിയത് പെന്തക്കോസ് നാൾ മുതലാണ്. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ പ്രകാരം പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളിൽ മുദ്രയിടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ വേദഭാഗം കൂടി വായിക്കാം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമെന്ന് സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഒരുവൻ സുവിശേഷം കേട്ട് അനുതപിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് അംഗീകരിക്കുമ്പോഴാണ് ദൈവം ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നത്. യഹൂദന്മാരുടെ മധ്യത്തിൽ കർത്താവായ യേശുവിനെ
രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചവരും ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരുമായ മനുഷ്യർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ സമൂഹത്തിൽ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയുള്ളവരും മുദ്രയില്ലാത്തവരുമായ മനുഷ്യർ ഉണ്ടായിരുന്നുവെന്ന് പറയുവാൻ കാരണം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം വായിക്കാം. അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ അതിനധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ജീവന്മേലും മരണത്തിന്മേലും അധികാരമുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 7, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 5, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 18 ഈ വചനങ്ങളെല്ലാം പരിശോധിച്ചാൽ ജീവനും മരണവും പാതാളവും നൽകുവാൻ അധികാരമുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. വെളിപ്പാട് 9:6 ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാൺകയില്ലതാനും, മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഈ ദുഷ്ടവംശങ്ങളിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പൊക്കെയും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല സ്ഥലങ്ങളിലും ശേഷിച്ചിരിക്കുന്നവർ തന്നെ ജീവനെയല്ല മരണത്തെ തിരഞ്ഞെടുക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. മരിക്കുവാൻ അവരാഗ്രഹിക്കും, എന്നാൽ മരണം അവരെ വിട്ട് ഓടിപ്പോകും. കർത്താവായ യേശുക്രിസ്തു ഇസ്രായേൽ സമൂഹത്തിലെ അവിശ്വാസികളായ മനുഷ്യരെക്കുറിച്ച് പറഞ്ഞ ഒരു വചനം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം: അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീൻ എന്നും പറഞ്ഞു തുടങ്ങും. ദൈവത്തിൻ്റെ കോപം അവിശ്വാസികളായ ഇസ്രായേൽ ജനത്തിന്മേൽ വരുമ്പോൾ അവർ മരണം അന്വേഷിക്കും, എന്നാൽ മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെളിപ്പാട് 9:7 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ വെട്ടുക്കിളികളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. വെട്ടുക്കിളികൾക്ക് ഒരു രാജാവുണ്ട്. അഗാധ ദൂതനാണ് വെട്ടുക്കിളികളുടെ രാജാവ്. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത അവിശ്വാസികളായ യഹൂദന്മാരുടെ അടുക്കിലേക്ക് പുറപ്പെട്ട വെട്ടുക്കിളികളെക്കുറിച്ചും ആ വെട്ടുക്കിളികൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ ഉപദ്രവിച്ചതെന്നും ദൈവമക്കളായ നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അതിനായി നമുക്ക് ചില വചനങ്ങൾ വായിക്കാം. 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം: കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കയാൽ അന്ത്യനാഴികയാകുന്നുവെന്ന് നമുക്കറിയാം. അന്ത്യനാഴിക എന്ന് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണത്തോട് ബന്ധപ്പെട്ട വാക്യമാണ്. ന്യായപ്രമാണത്തിന് ഒരാരംഭമുണ്ട്, ഒരവസാനമുണ്ട്. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നുവെന്ന് റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ക്രിസ്തു ഇസ്രായേലിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ടത് മുതൽ ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന യെരുശലേമിലെ ദേവാലയത്തിൻ്റെ നാശം വരെയുള്ള ആ പീരീഡിനാണ് അന്ത്യനാഴിക, അന്ത്യകാലമെന്നെല്ലാം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ, പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20 മുതലായ വചനങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വെളിപ്പെട്ടത് അന്ത്യകാലത്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അന്ത്യകാലം നാം വസിക്കുന്ന ഈ പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ടതല്ല, ന്യായപ്രമാണത്തിൻ്റെ അന്ത്യത്തോട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18 എതിർ ക്രിസ്തുവിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എതിർ ക്രിസ്തുവായിട്ട് അനേകരുള്ളത് കൊണ്ടാണ് എതിർ ക്രിസ്തുക്കളെന്ന് അപ്പോസ്തലൻ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ആൻറ്റി ക്രൈസ്റ്റ് എന്നതിന്
കത്തോലിക്കരുടെ POC മലയാളം ബൈബിളിൽ അന്തിക്രിസ്തുവെന്നും, എന്നാൽ മറ്റ് മലയാളം ബൈബിളുകളിൽ എതിർ ക്രിസ്തുവെന്നുമാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. എതിർ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വചനങ്ങൾ കൂടി നമുക്ക് വായിക്കാം. 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാകുന്നു. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. യേശു ദൈവപുത്രനായ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനാണ് എതിർ ക്രിസ്തു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള വാഗ്ദത്തം ലഭിച്ച ജനമായിരുന്നു ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്നവർ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യഹൂദാ ഗോത്രത്തിൽ ജനിച്ച യേശുവിനെ ക്രിസ്തുവായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലാതിരുന്ന അനേകം യഹൂദന്മാരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അവരാണ് സാക്ഷാൽ എതിർ ക്രിസ്തുക്കൾ. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ എന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവൻ ആകുന്നു. യേശുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കുന്നവരെ യഹൂദന്മാർ അവരുടെ പള്ളിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തുവെന്ന് ഏറ്റുപറയുന്നവൻ പള്ളിപ്രശ്നനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വചനം. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. യഹൂദാ ഗോത്രത്തിൽ ജനിച്ച യേശുവിനെ ക്രിസ്തുവായിട്ട് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവരെ ഉടനെ യഹൂദന്മാരുടെ പള്ളിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അത് ഭയന്നിട്ട് പലരും ഏറ്റുപറഞ്ഞില്ല എന്നുള്ളതാണ് നാം ദൈവവചനത്തിൽ കാണുന്നത്. അപ്പോസ്തലന്മാർ യഹൂദന്മാരോട് സംസാരിച്ച സന്ദർഭങ്ങളിലെല്ലാം തന്നെ യേശു തന്നെ ക്രിസ്തുവെന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ചു കൊടുത്തിരുന്നതായിട്ട് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 36 വരെയുള്ള വേദഭാഗങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ യഹൂദന്മാരോട് യേശുവിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനം മാത്രമൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ക്രൂശിച്ച ഈ യേശു തന്നെയാണ് ക്രിസ്തുവെന്നാണ് അപ്പോസ്തലൻ വളരെ ധൈര്യത്തോടുകൂടി യഹൂദന്മാരോട് പറയുന്നത്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 22, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 3, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 5. ഈ വേദഭാഗങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ എതിർ ക്രിസ്തു ആരാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു വചനം വായിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം. യേശു തന്നെ ക്രിസ്തുവെന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. ക്രിസ്തു ഇസ്രായേലിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ടത് മുതൽ
എതിർ ക്രിസ്തുക്കളും ഉണ്ടായിരുന്നു. എതിർ ക്രിസ്തുക്കൾ കള്ളക്രിസ്തുക്കളല്ല. ക്രിസ്തുവാണെന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് കള്ളക്രിസ്തുക്കൾ. കള്ളക്രിസ്തുക്കൾ യെരുശലേമിൻ്റെ നാശത്തിന് മുമ്പായിട്ട് പ്രത്യക്ഷപ്പെടുമെന്നാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മർക്കോസ് 13, ലൂക്കോസ് 21 എന്നീ അധ്യായങ്ങളിൽ യെരുശലേമിലുണ്ടായിരുന്ന യഹൂദന്മാരുടെ ആലയത്തിൻ്റെ നാശത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. 24-ാമത്തെ വചനം, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 5, 6, യേശു അവരോട് പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. 22-ാമത്തെ വചനം, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം, അതിന് അവൻ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാനാകുന്നുവെന്നും സമയം അടുത്തിരിക്കുന്നുവെന്നും പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വരും, അവരെ അനുഗമിക്കരുത്. യെരുശലേമിൻ്റെ നാശത്തിന് മുമ്പായിട്ട് കള്ളക്രിസ്തുക്കൾ പ്രത്യക്ഷപ്പെടുകയും അവർ അനേകരെ തെറ്റിക്കുകയും ചെയ്തു. അവരെങ്ങനെയാണ് തെറ്റിച്ചതെന്നുള്ളത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേമിൻ്റെ നാശത്തിന് മുമ്പായിട്ട് അനേകം കള്ളക്രിസ്തുക്കൾ ഇസ്രായേലിൻ്റെ മധ്യത്തിൽ വെളിപ്പെട്ടു. അവർ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ പലരെയും വഞ്ചിച്ചു. തെറ്റായ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവർ നശിച്ചു പോവുകയാണ് ചെയ്തത്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, ഈ വചനങ്ങളിലും കള്ളക്രിസ്തുക്കൾ എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ വഞ്ചിച്ചതെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എതിർ ക്രിസ്തുക്കളുടെയും കള്ളക്രിസ്തുക്കളുടെയും പിന്നാലെ പോയവർക്ക് ഒന്നാമത്തെ കാര്യം സമാധാനമില്ലായിരുന്നു. സമാധാനം ക്രിസ്തുവിലാണ്. അതവർക്ക് ലഭിക്കാതെ വന്നു. അതവരെ വലിയ വേദനയിലേക്ക് നയിച്ചു. രണ്ടാമതായി, തെറ്റായ പഠിപ്പിക്കലിലേക്ക് പോയത് മൂലം അവർ ന്യായവിധിക്ക് വിധേയരാകേണ്ടി വന്നു. കർത്താവായ യേശുവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ വാക്കുകൾ കേട്ട് മുന്നോട്ട് പോയവർ, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ യെരുശലേമിൻ്റെ നാശത്തിന് മുമ്പായിട്ട് സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുവാനിടയായ ഉടനെ തന്നെ അവർ യഹൂദ മലകളിലേക്ക് ഓടിപ്പോയി. അതുകൊണ്ട് റോമൻ സൈന്യത്തിൻ്റെ പീഡനത്തിൽ അവർ അകപ്പെട്ടില്ല. എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ വാക്ക് അനുസരിച്ചവർക്ക് ക്രിസ്തുവിനെ പിൻപറ്റുവാൻ കഴിഞ്ഞില്ല. കള്ളക്രിസ്തുക്കളുടെ പിന്നാലെ പോയവർക്ക് സാക്ഷാൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ കള്ളക്രിസ്തുവിൻ്റെയും എതിർ ക്രിസ്തുവിൻ്റെയും പിന്നാലെ പോയവർ ന്യായവിധിക്ക് വിധേയരാകേണ്ടി വന്നു. സമാധാനമില്ലാതെയായ ജനം മരിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ മരണം അവരെ വിട്ട് ഓടിപ്പോയി എന്നുള്ളതാണ് നാം ദൈവവചനത്തിൽ കണ്ടത്. നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത അവിശ്വാസികളായ യഹൂദന്മാരെ ദണ്ഡിപ്പിക്കുകയും ചെയ്ത വെട്ടുക്കിളി എന്നത് എതിർ ക്രിസ്തുക്കളും കള്ളക്രിസ്തുക്കളുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള വേദഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.